കഴിഞ്ഞ ദിവസം നമ്മൾ ചങ്ങനാശ്ശേരി പോയൊരു സാരി എടുത്തില്ലേ, അപ്പോൾ അതിന് ഒരു ബ്ലൗസ് പീസൊക്കെ എടുക്കാൻ പോവാണേ. പിന്നെ ആരണ് പൗച്ച് വാങ്ങിക്കണം, പേന വാങ്ങിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങളുടെ വീടിൻ്റെ ഏരിയയാണേ ഇത്. ടൗണായി ഇത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ മാമൻ മാപ്പിള ഹാള് കണ്ടോ. പിന്നെ അതിന് മുമ്പായിട്ട് മനോരമയുടെ ഓഫീസ് ഉണ്ടായിരുന്നു, അത് ആരൺ എടുക്കാൻ മറന്നു. ഇത് ജെറുസലേം മാർത്തോമ ചർച്ച്. പിന്നെ അത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഫുള്ളും പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ്, ശീമാട്ടി, നർമ്മദ അങ്ങനെയൊക്കെയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളുടെ മാർക്കറ്റിലോട്ട് കയറുന്ന സ്ഥലം കാണിച്ചു തരാം. ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ മാർക്കറ്റിലോട്ട്, അത് ആരാണ് എടുത്തില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതാണ് മാർക്കറ്റിലോട്ട് കയറുന്ന ആരാണ്, അത് കറക്റ്റ് എടുത്തില്ല കേട്ടോ. ഇത് അയ്യപ്പാസ് നിർത്തിപ്പോയത് പൊളിച്ചിട്ടിരിക്കുന്നു. പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതാ ഇവിടെ നിന്ന് റൈറ്റാണ് നർമ്മദ കണ്ടോ. ഇതാണ് നർമ്മദയിലോട്ട് കയറുക. നർമ്മദ കണ്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യമേ ഞങ്ങൾ ചെന്നു. അത് അവിടെ എന്തായിരുന്നു, സാരി ബ്ലൗസ് പീസ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ മുടിയെട്ടിയിരിക്കുന്ന കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി പോയപ്പോൾ അങ്ങനെ പുറകിൽ തൊത്തുപോലെ വെച്ചേനെ എൻ്റെ കൂട്ടുകാരി എന്നെ വഴക്ക് പറഞ്ഞു. ഇത് കുഴപ്പമുണ്ടോ ബീനാക്കുട്ടി, ചക്കരെ പൊന്നെ, എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവൾ എന്നെ വഴക്ക് പറഞ്ഞേ. എന്നാ ചെയ്യാനാന്ന്, എല്ലാം പൊഴിഞ്ഞു പോവുക. എനിക്ക് പനി വന്നപ്പം പൊഴിഞ്ഞു പോയി. കഴിഞ്ഞ 3 ആഴ്ച പനിയില്ലായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങ് പൊഴിഞ്ഞു കുറേ പോയി. ചീകുമ്പോൾ സംരക്ഷിക്കുന്നുമില്ല. ഭക്ഷണ കാര്യങ്ങളൊന്നും ഞാൻ ക്രമീകരിക്കുന്നില്ല. കുറേ വിശക്കുമ്പം കുറേ ചോറെടുത്തുണ്ണും, മീൻകറിയും. അപ്പോൾ ബ്ലൗസൊക്കെ എടുത്ത് ടവലും ഒക്കെ എടുത്ത് ഞങ്ങൾ പോന്നു കേട്ടോ. നർമ്മദ എനിക്കിഷ്ടം. എൻ്റെ കുഞ്ഞിലേ മുതലേ എനിക്ക് അമ്മ കുഞ്ഞുടുപ്പില്ലേ, നമ്മുടെ കുഞ്ഞിലത്തെ കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിച്ചു തരുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇത് പിന്നെ അവരുടെ പുതിയ വലിയ ബിൽഡിങ്ങാണ്, അല്ലാതെ അവരുടെ കുഞ്ഞൊരു ഷട്ടറായിരുന്നു, കുഞ്ഞൊരു ഷോപ്പായിരുന്നു. അത് അവരിത്രയും വലിയ ഷോപ്പായി. ഇപ്പോൾ നല്ല എല്ലാം ഉണ്ട് കേട്ടോ. ആരണത് ഫുള്ളും വീഡിയോ പിടിക്കുവാണ്. എല്ലാവരും ചിരിയായിരുന്നു ആരണിനെ നോക്കി. ആരണിപ്പോൾ അസലൊരു ക്യാമറാമാൻ. അയ്യോ, പഠിക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ മടി. ബ്ലൗസ് പീസ് നോക്കിയിട്ടൊന്നും എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കട ഫുള്ള് തപ്പി വെറൈറ്റി എടുക്കണ്ടേ, അല്ലേ ഒരു രസമില്ല. നമ്മൾ 250 രൂപയുടെ സാരി ആണെങ്കിലും ഇച്ചിരി നല്ല വെറൈറ്റി ബ്ലൗസ് പീസ് മോഡേൺ ആയിട്ടുള്ള എടുത്താലേ അതിനൊരു എടുപ്പുള്ളൂ, ഒരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ ഇങ്ങനെ പരതി നടക്കുക, എല്ലാം നോക്കി ലാസ്റ്റ് പിന്നെ കിട്ടി. അന്ന് ഞാൻ സാരി എടുത്തത് ഏത് കളറാണെന്നോ ഒന്നും ഞാൻ കാണിച്ചില്ലല്ലേ. ഒരു മൂഡില്ലായിരുന്നു, ചർച്ചയിൽ നിന്ന് പോയതല്ലേ, എന്നെ മൂഡ് ഓഫായിരുന്നു. വെയിലും അടുത്ത് വെളുപ്പിനെ എഴുന്നേറ്റ് ചർച്ചയിൽ പോയിട്ട് അതുവഴി എന്നെ പോയി കറങ്ങാൻ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര മടുപ്പാണ്. എനിക്ക് വെയിൽ ഭയങ്കര ദേഷ്യമാണ്, മനുഷ്യനെ പൊള്ളുവല്ലേ. എനിക്ക് വെയിൽ വന്നാൽ ചൊറിയും വേർക്കുമ്പോൾ. അത് കാരണം ഞാനങ്ങ് മൂഡ് ഓഫായിരുന്നു, എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ സാരി എടുത്തത് കാണിക്കാൻ പറ്റിയില്ല. ഞാനൊരു സാരി ഞാൻ എടുത്തു. പിന്നെ എൻ്റെ അമ്മയ്ക്കും എടുത്തു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിങ്ങനെ നോക്കി എല്ലാം. നിങ്ങൾ ചുമ്മാ കട കണ്ടു. എനിക്കിങ്ങനെ ഒറ്റ കളറല്ലാതെ
വെറൈറ്റി ഇച്ചിരി പ്രിൻ്റഡ് ആയിട്ടുള്ള വെറൈറ്റി മോഡേൺ ആയിട്ടുള്ളത് ആ ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു രസമില്ല. ആ ബ്ലൗസ് പീസ് എനിക്കിഷ്ടപ്പെട്ടു, അത് എടുത്തോളാൻ ഞാൻ പറയുക. കണ്ണാടി നോക്കുക വൃത്തിയാണോ എന്നൊക്കെ. പിരുപിരുന്ന് പിരുത്ത് നടക്കുക ഞാൻ. എനിക്ക് ഈ സമയം കളയുന്ന ഇഷ്ടമല്ലേ. ഞാൻ പെട്ടെന്ന് അവരെ ധൃതി പിടിപ്പിക്കും. എവിടെ പോയാലും ഞാൻ ധൃതി പിടിപ്പിക്കും. അവർ സാമട്ടി നിന്ന് ഞാൻ ചീത്ത പറയാം. അതുപോലെ കലിപ്പം എനിക്ക് ഈ സമയം കളയുന്നത്. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത് ഓട്ടോയ്ക്ക് വെയിറ്റിംഗ് ചാർജ് കൊടുക്കണ്ടേ, കാരണം പേടിയാണ്. അതുതന്നെയല്ല, അല്ലെങ്കിൽ എനിക്ക് ആടിത്തൂങ്ങിയുള്ള സ്വഭാവം ഇഷ്ടമല്ല. എനിക്ക് ഷടേന്ന് കാര്യങ്ങൾ ചെയ്യണം. അതിന് ഞാൻ പിള്ളേരെയൊക്കെ ഭയങ്കര ചീത്ത പറയുകയും പല്ല് കടിക്കുകയൊക്കെ ചെയ്യും. കോട്ടയത്ത് നർമ്മദ നല്ല കേട്ടോ. ശീമാട്ടി പിന്നെ ആഷ് പുഷ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ഉണ്ട്, അത് നമുക്ക് അതും നല്ലതാണ്. ഇപ്പോൾ പിന്നെ എല്ലാവരെയും നർമ്മദയിൽ തൈ ഇരിക്കുന്ന തുണികളുണ്ട്. ഇതിന് മീറ്ററിന് 1000 സംതിങ് മീറ്ററിന്. ഓ, ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് അതൊക്കെ. ഒരു ചുരിദാറിന് 3 മീറ്റർ വേണം ശരിക്കും. നല്ല നീളത്തി നല്ല കുർത്തി ടൈപ്പ് ഫുൾ കൈയൊക്കെ വെച്ച് തയ്ച്ച് പറഞ്ഞാൽ അതിനൊക്കെ അപ്പോൾ എത്ര രൂപയാവും? ടോപ്പും പാൻറ്റും ഷോളും എല്ലാം വരുമ്പം 10,000 രൂപയോളാവും. തയ്യക്കൂലി വേറെ. എൻ്റെ പൊന്നോ, തോന്നുന്നുണ്ടോ? ഫുള്ള് കട എടുത്തെന്നുള്ളതാണ്. എല്ലാവരും ചിരിയായിരുന്നു. പുള്ളി സെൽഫി സ്റ്റിക്കും പിടിച്ചോണ്ടാ. ഒരു നാണോ ഇല്ല ഇപ്പം കേട്ടോ. പണ്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു, നാണം കുണുങ്ങി ഇരിക്കും. ഞാൻ ഭയങ്കര ചീത്തയും പറയായിരുന്നു. ഒരു വീഡിയോ പോലും പിടിച്ച് തരുവേല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. എനിക്ക് വീഡിയോയും പിടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ഒന്ന് പിടിച്ച് തന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാം, നമുക്കൊന്നും അറിയണ്ട. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും ഐഫോൺ കിട്ടിയ പിന്നെ പുള്ളി സെൽഫി സ്റ്റിക്കൊക്കെ പിടിച്ച് ഒന്നും പറയണ്ട, എല്ലാം തന്നെ എടുത്തുകൊണ്ടൊക്കെ പൊയ്ക്കോളും. ഇത് ഞാൻ അമ്മയ്ക്ക് സാരി എടുത്തപ്പോൾ ഫാദറിന് എന്നാ തോന്നും, മോശമല്ലേ. ഇനി ഞാനൊരു ഷർട്ട് പീസ് എടുത്ത വിലക്കുറവാണ്, വെള്ള കളറിൽ. ഫാദറൊക്കെ എടുക്കുമ്പോൾ ഡാർക്ക് കളറാണ് എടുക്കുന്നത്. എനിക്ക് ദേഷ്യമാണ്. ഞാനൊരു ഇതുപോലത്തെ വെള്ള കളറിലെ ഒരു ഓഫ് വൈറ്റാണ്, നല്ല കോട്ടൺ അല്ല, സ്റ്റാർച്ച് മുക്കുന്ന ടൈപ്പ്. ഹാഫ് കൈ 160 മതി. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നെന്ന് ആരൻ പറഞ്ഞുകൊണ്ട് കൊടുത്തപ്പോൾ. ഇത് കർച്ചീഫ് എടുക്കുവാണേ, ആരണ്ണും എനിക്കും 1-2 ഉണ്ട്. ഞാനിങ്ങനെ എൻ്റെ എല്ലാ വാനിറ്റി ബാഗിനകത്തും ഓരോന്ന് വെക്കും, കഴുകി ചർച്ചിൽ കൊണ്ടുപോകുന്നതിനകത്തും വെക്കും. അപ്പോൾ ഞാനൊരു 3-4 എടുത്തു. ആരണ്ണും 3-5 എടുത്തു. ആരണ്ണൊക്കെ ഏത് സമയം തുമ്മല, പൊടിക്കകത്ത് ഏത് സമയം പൊടിയുള്ളടുത്ത് എങ്ങനെയെങ്കിലും അതിൻ്റെ മുമ്പിൽ പോയി കയ്യും കഴുകാതെ തുമ്മിക്കൊണ്ട് നടക്കും. പരീക്ഷയല്ലേ, അപ്പോൾ 5-6 വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ ഇതാ പോകുവാണേ. അവിടുന്ന് നമ്മൾ പിന്നെ വളഞ്ഞ് വന്ന് കോട്ടയം മാർക്കറ്റിൻ്റെ അവിടോട്ടാണ്. അതിലെ ഷോർട്ട് കട്ടുണ്ട്, അതിൽ നമ്മുടെ വീട്ടിലോട്ട് പോരാനായിട്ട്. അപ്പോൾ അതാ മുറ്റം തൂക്കാൻ എനിക്ക് നടുവ് വളച്ച് തൂക്കണ്ടല്ലോ, അതിന് ഈ ചൂല് 2 ഉണ്ടായിരുന്നു. ഒത്തിരി നാളത് തൂത്ത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ, നല്ലതാണ്.
അപ്പോൾ അതും മേടിച്ചു. ഒരു പൂക്കോട്ടയും മേടിച്ച്. രണ്ടിനും കൂടെ 150 രൂപ. ചിരിക്കുന്ന എന്നാന്നറിയാം, ഗൂഗിൾ പേ ചെയ്യുന്നതിന് മുമ്പും കിടന്ന് കെഞ്ചുവാണ് ചേട്ടനോട്, എൻ്റെ പൊന്നി ഏട്ടാ, ഞാനിവിടെ നീന്തി നടക്കുന്ന മുട്ടയിൽ എഴയുന്ന പ്രായം തൊട്ട് ഞാനിവിടെ വരുന്ന എൻ്റെ അമ്മയുടെ കൈയും പിടിച്ച്. കോട്ടയം മാർക്കറ്റ് എനിക്ക് അന്യമൊന്നുമല്ല. എൻ്റെ പൊന്നി ഏട്ടാ, ചേട്ടൻ എന്നെ ഓർക്കാഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞ്, കുറയ്ക്കുക ഏട്ടാ എന്നൊക്കെ പറഞ്ഞങ്ങ് കെഞ്ചുക. ചേട്ടൻ മടുത്ത് എന്നെയും കൊണ്ട്. അങ്ങനെ എന്തായാലും ഒപ്പിച്ച് ഞാൻ. ഇനി ഞങ്ങൾ തിരിച്ചു പോവുക. മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് ചെയ്തുണ്ട് ആകാശപാത. ഇത് ഞങ്ങളുടെ ശീമാട്ടി റൗണ്ടാന ബേക്കർ ജംഗ്ഷൻ്റെ അങ്ങോട്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പം ബേക്കർ ജംഗ്ഷൻ, അവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ നാഗമ്പടമൊക്കെ. ഇത് ഞങ്ങൾക്ക് ശാസ്ത്രി റോഡിലോട്ട് ഞങ്ങൾ ഇറങ്ങുക. ശീമാട്ടി റൗണ്ടാനയുടെ താഴെ കൂടെ ഇങ്ങനെ വരുമ്പോൾ ശാസ്ത്രി റോഡ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കേറ്റർ ബേക്കറി ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് യൂത ഇറച്ചിക്കടയുണ്ട്. സൂപ്പർ പോത്ത് അവിടെ, പന്നിയും പോത്തും. ഞാൻ ആഷറിന് കൊടുത്തു വിട്ടത് അവിടുന്ന് മേടിപ്പിച്ച ഈ ഓട്ടോ കൊച്ചി തന്നെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ നിന്ന് വന്ന് ഞങ്ങളുടെ ചർച്ചൊക്കെ ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ്. പിന്നെ ഇപ്പം ഞങ്ങളിത് മൈജിയിലോട്ട് പോവുകയാണ് നാഗമ്പടത്ത്. ശരി, ഞങ്ങളുടെ ചർച്ചിൻ്റെ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ചർച്ച്. ഞങ്ങളിപ്പോൾ ആ ഭാഗത്തോട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവർ ചാർജർ തന്നില്ലായിരുന്നു, അന്ന് ഷോർട്ടായിരുന്നു, അപ്പം ഷോർട്ടേജായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഓഫറുണ്ടായിരുന്നു കേട്ടോ, 2000 രൂപയുടെ സാധനം 800 രൂപയ്ക്ക് നമുക്ക് പോയിൻറ്റ്സ് കയറി വരും. അങ്ങനെ വെയിറ്റ് ചെയ്തു. എന്തായാലും 800 രൂപയ്ക്ക് ചാർജറും ഒക്കെ കിട്ടി. ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം ഇതാണ് നെഹ്റു സ്റ്റേഡിയം റൈറ്റ് സൈഡിൽ. പിന്നെ ലെഫ്റ്റ് സൈഡ് അത് കണ്ട നെഹ്റു സ്റ്റേഡിയം, അതിൻ്റെ ലെഫ്റ്റിലാണ് ഞങ്ങളുടെ ചർച്ച്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആ സീബ്ര ലൈൻ്റെ നേരെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഗേറ്റ്. ആരാണ് അതെടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഇത് ഓക്സിജൻ്റെ ഭയങ്കര വലിയൊരു ഷോറൂം. അവിടുത്തെ GM എൻ്റെ ഫ്രണ്ടാണ്, സുനിൽ സാറ്. പിന്നെ ഞാനാണെങ്കിൽ അവിടെയാണ് ആഷർ മൂത്ത മോൻ അവിടെ ജോലി ചെയ്ത. ഒരു വർഷം ചെയ്തെന്ന് തോന്നും അക്കൗണ്ടൻ്റായിട്ട്. പിന്നെ അവിടുന്ന് നാഗമ്പടം പാലമാണ്, അതങ്ങോട്ട് കയറി കുറച്ച് ചെല്ലുമ്പോൾ മൈജി, കുറേ അങ്ങ് ചെല്ലുമ്പോൾ മംഗളം പത്രത്തിൻ്റെ ഉണ്ട്, മാതൃഭൂമിയുണ്ട്, പിന്നെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റുണ്ട്, പിന്നെ ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് പാലം കയറി അങ്ങ് ചെല്ലുമ്പോൾ മെഡിക്കൽ കോളേജിനൊക്കെ പോകുന്ന വഴിയാണ്. അതിലെ നമുക്ക് ഏറ്റുമാനൂർ പോകാം, പിന്നെ എറണാകുളം, അങ്ങനെയെല്ലാം പോകുന്ന വടക്കോട്ടുള്ള വഴിയാണ് ഇത്. പിന്നെ എല്ലാം ഭയങ്കര സൂപ്പറാണ്. റഷാണെങ്കിൽ നമുക്ക് മടുത്തു പോകുന്നേ ഉള്ളൂ. ഇന്നലെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, എല്ലാം ഒറ്റയടിക്ക് അങ്ങ് ചെയ്തു. ചടിച്ചടേന്ന് ഓട്ടോക്കാരനെയും വെറുപ്പിക്കുകയല്ല. മൈജി എത്തി കണ്ടോ, മൈജി. റിലയൻസിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മൈജിയിൽ നിന്നാണ് ഫോൺ വാങ്ങിച്ചത്. കാരണം ആഷറിൻ്റെ ഫ്രണ്ട് ഇവിടെയാണ്, ഓക്സിജനിൽ ആഷറിനോട് വർക്ക് ചെയ്ത് വെച്ചാൽ. അപ്പം ആഷർ പറഞ്ഞു ഇവിടുന്ന് വാങ്ങിക്കാൻ, രാഹുൽ. അങ്ങനെ വാങ്ങിച്ചതാണ്. ചാർജർ വരാൻ താമസിച്ചപ്പോൾ ഞാൻ ശരിക്കും വിളിച്ച് വരട്ടി ഉടക്കി. ആരുടെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം നടന്നില്ല, ഞാൻ കലിപ്പിക്കും. കുറേയൊക്കെ ക്ഷമിക്കും, ലാസ്റ്റ് ഞാൻ ഭയങ്കര കലിപ്പി. ഇത് ഞങ്ങൾ ഇവിടെ വരുമ്പം ഇത് കളക്ട്രേറ്റിൻ്റെ കണ്ടോ, അതിലേക്കൂടെ ഞങ്ങളിങ്ങനെ വളഞ്ഞ് പോകുമ്പം ഇതൊരു CSA അസെൻഷൻ ചർച്ച്. ഇവിടെ അല്ലേ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഞാൻ എല്ലാം പ്രാർത്ഥിക്കുമെന്ന് ഇതിലേ പാസ് ചെയ്യുമ്പോൾ. അങ്ങനെ എനിക്കെല്ലാം സാധിക്കുമെന്നൊക്കെ പറയത്തില്ലായിരുന്നു. അതാ. പിന്നെ അതാണ് കളക്ട്രേറ്റ്. ആ മതിൽ, വലിയ മതിൽ, ബ്ലാക്ക് മതിൽ.
പിന്നെ ഇവിടെ എൻ്റെ കസിൻ സിസ്റ്റർ കളക്ടറുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ ഉദ്യോഗസ്ഥയാണ്, ഗസറ്റഡ് ഓഫീസർ. ഗസറ്റഡ് ആയെന്ന് തോന്നുന്നു, അതോ ഇനി അടുത്ത പ്രൊമോഷനായി ആകുമെന്ന് തോന്നുന്നു. അടുത്ത മാസം കണ്ടുണ്ട് അടുത്ത പ്രൊമോഷൻ. അപ്പം ട്രാൻസ്ഫർ ആവും. ഇവിടെ ഒരു കടലച്ചേട്ടനുണ്ട്, ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലേ മുതലുള്ളതാണ്. കടലപ്പൊതി തന്നു കഴിഞ്ഞിട്ട് ഒരു കൈക്കകത്ത് ഉള്ളം കൈ നിറച്ച് കടലയും തരും. തന്നില്ലെങ്കിൽ തരാതിരിക്കത്തില്ല, പക്ഷെങ്കിൽ ഞാൻ കൈ നീട്ടും. അയ്യോ എന്നാ ചിരിയാന്നറിയാം അപ്പച്ചൻ. ഉണ്ടോ എത്ര പ്രാവശ്യം കണ്ടോ എന്നെയാണ് കാണിച്ചത്. എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ, ഞാൻ ഓട്ടോയിലിരിക്കുക, ആരൻ ഓട്ടോയുടെ അറ്റത്തിരിക്കുക. ആരൻ 10 രൂപയുടെ വീതം 5 പൊതി വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു. ഒരെണ്ണം എൻ്റെ അപ്പനും അമ്മയ്ക്കും, ഒരെണ്ണം എനിക്കും, ഒരെണ്ണം ആരണ്ണും, ഒരെണ്ണം ഓട്ടോ പയ്യനും. വേണ്ട കൈക്കകത്തോട്ട് തരുമോ, ഞാൻ നീട്ടിക്കൊണ്ടിരിക്കുക. അല്ലേലും തരും, പക്ഷെ നമ്മുടെ പടിയാണല്ലോ എന്നോർത്ത് ഞാൻ നീട്ടിക്കൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. നീട്ടിയാലും നീട്ടിയില്ലേലും തരും, നിർബന്ധിച്ച് നമ്മുടെ ഉള്ളം കൈ തരും ചൂട് കടൽ. എന്നാ ടേസ്റ്റാണെന്നറിയാം. കുഞ്ഞിലേ മുതലുള്ള ഞങ്ങളുടെ കടലയപ്പച്ചനാണ്. ചെറുപ്പത്തിൽ പക്ഷെ വാങ്ങിച്ചൊന്നും തരുമല്ലോ, മണം അടിച്ചിങ്ങി പോകുന്നതാണ്. അമ്മയൊക്കെ 1 രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സൂക്ഷിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. അപ്പന് ഗവൺമെൻറ് ജോലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പൻ ഈ കളക്ട്രേറ്റിലായിരുന്നു കുറേ വർഷം. സോയിൽ കൺസർവേഷൻ, അഗ്രികൾച്ചറൽ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രൈവറായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പനൊന്നും മേടിച്ചുകൊണ്ട് വരുമോ അല്ലെ അമ്മ മേടിച്ച് തരുമോ ഒന്നും ഇല്ല, കാരണം പൈസ ഇല്ലല്ലോ. 1 രൂപ ആണെങ്കിലും നടക്കത്തില്ല. അപ്പോൾ ആകെപ്പാടെ ഇതാ അവിടുന്ന് കേക്ക് റോഡിൽ നിന്ന് താഴോട്ട് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. ഇന്നാൾ ഞാൻ അമ്മയ്ക്കൊക്കെ ഭക്ഷണം ആഷറിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞില്ലേ, ഈ വഴി അങ്ങോട്ട് ചെല്ലുമ്പം 10ാമത്തെ വീടാന്ന്. കണ്ടോണേ, കാണിച്ചു തരാം. ആ വഴിയിൽ നിന്ന് നേരെ ഇറങ്ങിയതാ. ആരൻ കട്ട് ചെയ്യാതെ തന്നെ പിടിക്കുവാണെന്ന് തോന്നുന്നു വീഡിയോ കേട്ടോ. ഇതൊരു സ്പാർട്ടൻ ടവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റൊക്കെ അവിടെ ഉണ്ട്. ഇത് മാഞ്ഞൂരാൻ ഡോക്ടറില്ലേ, കാർഡിയോളജിസ്റ്റ്, മെഡിക്കൽ കോളേജിലെ ഭയങ്കര പുഷ്പഗിരിയിലെയൊക്കെ ഭയങ്കര പ്രൊഫസർ, അതിൻ്റെ വീടാണ്. പിന്നെ ഇത് ഒരു സിനിമ സംവിധായകൻ്റെ വീടായിരുന്നു. ഇപ്പോഴും അതെ, പുള്ളി മരിച്ചുപോയി. ഇപ്പോൾ ഈ ടേണിങ്ങിൽ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഓട്ടോ നിർത്തുവേ. ഓട്ടോ നിർത്തുമ്പം ആരൻ ഇറങ്ങും. ഉണ്ടേ, ഞാൻ കടല തിന്നുക അന്നേരം. ആരൻ്റെ 2 എണ്ണം അപ്പനും അമ്മയ്ക്കും കൊടുക്കുവാണേ. ആരൻ്റെ കൊടുത്തു വിടുക. ഞാൻ ഓട്ടോയിൽ ഇരിക്കുക, ആരൻ പോയി എല്ലാം കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ്, ഞാൻ ഇറങ്ങത്തില്ല. ബില്ല് ഞാൻ മാറ്റുക. അത് കണ്ടത് നന്നായി. എന്നിട്ട് ഇവിടെ ഇതിലെ ഈ വഴി കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പം ഞാൻ ഓട്ടോയിലിരിക്കുന്നു. അവിടെ ഭക്ഷണം അവർക്ക് കപ്പ പുഴുങ്ങിയതും മത്തി വറുത്തത് കൊടുത്തില്ല. പിന്നെ തലേദിവസത്തെ നമ്മുടെ മീൻ തലക്കറി, അതും മുളക് പൊട്ടിച്ചതും അതും. അങ്ങനെ ആ വഴിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പം നോക്കിക്കോണം. അവൻ എവിടം വരെ എടുത്തെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മതിൽ കെട്ടി, ഞാൻ കണ്ടില്ലായിരുന്നു ഒന്നും. അതൊരു സർപ്രൈസാണ്, ഞാൻ പിന്നെ പറയാം അതൊക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് വീടാണ് ഈ ബ്രൗൺ മതിൽ. അത് എൻ്റെ അല്ല, അത് നെയ്ബറുടെ. ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച എൻ്റെ തറവാട്, എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന എൻ്റെ അപ്പാപ്പൻ്റെ പഴയ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന. ലെഫ്റ്റിലാണ്ട് ആഷ് കളറ് അവരുടെ പുതിയ വീട് കണ്ടോ, ലെഫ്റ്റിൽ ആഷ് കളർ. അത് ആരൻ കാണിക്കുമോ കണ്ടോ. ബൊഗെയിൻവില്ല ആരന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ കമ്പൊടിച്ചുകൊണ്ട് വരണ്ടേ. കണ്ടോ, എൻ്റെ അപ്പൻ അവനെ കണ്ടുകൊണ്ട് ഉടനെ കണ്ടോ പൊതിക്കിട്ട് കാണുമ്പോൾ അറിയാം അവൻ എന്നേലും കൊണ്ട് കൊടുക്കുവാണെന്നൊക്കെ അറിയാവേ. അപ്പം കണ്ടോ, അമ്മ അവിടെ പ്രാർത്ഥിക്കാൻ പോവാണോ അതോ ഏതാണ്ട് പൊതിക്കെട്ട് കൊണ്ട് കൊടുത്തപ്പം അവർ പ്രാർത്ഥിക്കാനൊക്കെ റെഡി. 6 മണിക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥന പുസ്തകമൊക്കെ അവിടെ താഴെ ഇരിപ്പുണ്ട്.
അമ്മയുടെ സാരി ഉണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പിങ്ക് കളറ്. കണ്ടോ ഫാദറിന് ഒന്നും ഇല്ലെന്ന് വിചാരിച്ച ഫാദർ മാറിപ്പോയതേ. കണ്ടോ ആ ചിരി കണ്ടോ എൻ്റെ ദൈവമേ, കണ്ടോ ആ സന്തോഷം കണ്ടോ. ഫാദർ ഓർത്ത് അമ്മയുടെ സാരി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ച ആ സാരി ആയിരിക്കും എന്നിങ്ങനെ ഓർത്തേ. പക്ഷേ പുളിമൂട്ടിലിൻ്റെ നർമ്മദയുടെ ആ ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫാദറിൻ്റെ ആ ചിരി ഉണ്ടായിരുന്നു. ഇതൊക്കെയല്ലേ അതുങ്ങളുടെ സന്തോഷം അല്ലേ. കണ്ടോ 2 ഷർട്ടിന്, അത് പറയാൻ മറന്നു, 2 ഷർട്ടിന് കൂടി വിലക്കുറവായതുകൊണ്ട് ഞാൻ എടുത്ത്. വെള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ആരനോട് പറഞ്ഞെന്ന് പറഞ്ഞു. വൈറ്റ് കളറായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പറാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇതേ ഉണ്ടോ സാരി എടുത്ത് നോക്കുന്നതാണ്. രണ്ട് സാരി ഉണ്ട്. അതിലൊരെണ്ണം ചങ്ങനാശ്ശേരിയിലെ അനിയത്തി എറണാകുളത്തെ അനിയത്തിക്ക് വേണ്ടി എടുത്ത് എൻ്റെ ഈ തന്നു വിട്ടാൽ കൊടുത്തേക്കണം, അമ്മേനെ ഏൽപ്പിച്ചേക്കണമെന്ന് പറഞ്ഞു. അമ്മയൊക്കെ അനിയത്തി വരുമ്പം കൊടുക്കും, അല്ലെങ്കിൽ ഇവർ ട്രെയിനിന് ചുമ്മാ വിസിറ്റിങ്ങിന് പോവും ഇടയ്ക്ക്. ഇവരിപ്പോൾ ചുമ്മാ ഇരിക്കുകയല്ലേ. അപ്പോൾ മാസത്തിലൊന്ന് എവിടെ എറണാകുളത്തോ ചങ്ങനാശ്ശേരിയിൽ അനിയത്തിയുടെ അടുത്തൊക്കെ ഇങ്ങനെ പോവും. ഇനി 2 മക്കളും പിന്നെ കോട്ടയത്ത് തന്നെയല്ലേ, ഞങ്ങൾ 2 പേര് കളത്തിപ്പടിയിൽ തന്നെയാണ്. ഞാൻ 2ൽ പഠിച്ചപ്പം വെച്ച എൻ്റെ വീടാണ്. ഞാൻ 2ൽ പഠിച്ചപ്പം വെച്ച വീട് അതേപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. 2ൽ പഠിച്ചപ്പോൾ ഇത്രയും വലിയ വീടല്ലായിരുന്നു. ആകെപ്പാടെ ഒരു മുറി, ഒരു അടുക്കളയും ഒരു തിണ്ണയും ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വലിയ ഹാള് പിടിച്ചതും. അമ്മ ഗൾഫിൽ പോയപ്പോൾ, ഖത്തറിൽ പോയപ്പോൾ പിന്നെ വേറെ 2 മുറി പിടിച്ചതും അങ്ങനെയൊക്കെ. പിന്നെ അങ്ങെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പം 5 സെൻറ്റ് ഉള്ളത് മുഴുവൻ വീടാണ്. പിന്നെ ബാക്ക് സൈഡിൽ ഞങ്ങൾക്കൊരു പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ട് എൻ്റെ അമ്മയ്ക്ക്. പിന്നെ ടെറസിൻ്റെ മേളിലും ഒക്കെ ഇങ്ങനെ ഓരോന്ന് അമ്മ ഗ്രോ ബാഗിലൊക്കെ വെക്കും. മുഴുവൻ ചെടികളാണ്. മുറ്റവേ ഞങ്ങൾക്കില്ല, ഉള്ളതിനകത്ത് ഫുള്ളിങ്ങനെ ചെടികളാണ്. കണ്ടോ. എന്നാൽ ഇതിൻ്റെയൊക്കെ കമ്പ് വല്യമ്മത്തള്ളയോട് ചോദിച്ച് മേടിച്ചുകൊണ്ട് വരണ്ട. അവൻ എന്നെക്കൊണ്ട് മേടിപ്പിക്കാൻ നടക്കുക. എവിടെ പുകയുമില്ല കണ്ടാലും മേടിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട് എൻ്റെ അപ്പാപ്പൻ്റെ, ഒരപ്പാപ്പൻ്റെ, വേറൊരു അപ്പാപ്പൻ ആ തറവാട്ടിൽ കയറി വരുന്നിടത്ത് താമസിക്കുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ വീടും കണ്ടില്ലേ, അതാണ് എൻ്റെ ജനിച്ചു വളർന്ന വീട്. കേക്കറയുടെയും നാഗപ്പാട് 1 മിനിറ്റ് പോലും ഇല്ലല്ലോ, അതാ എൻ്റെ വീട്. എന്നാൽ ഈ പരട്ടച്ചെറുക്കൻ എന്നാൽ ഇവിടുന്ന് ഈ കമ്പ് മേടിക്കാനുള്ളതിന് അവൻ ബൊഗൈൻവില്ല നേഴ്സറിയിൽ നിന്ന് ഞാൻ മേടിച്ച് വെക്കണമെന്ന്. ഈ കാശ് മുഴുവൻ എൻ്റെയും മുടപ്പിക്കാനായിട്ട് വല്യപ്പനെയും വല്യമ്മേനെയും ഇതാക്കാൻ കഴിയല്ല അവന്. അവരോട് പറഞ്ഞാൽ അവരിപ്പോൾ ചുമ്മാ 2 പേരും ഇരിക്കുന്നതല്ലേ, അവരതൊക്കെ പിടിപ്പിച്ച് ഇവിടെ ഇതെല്ലാം എൻ്റെ ചട്ടികൾ, അതറിയാമോ നിങ്ങൾക്ക്? 100 ചട്ടി എനിക്കിവിടെ നമ്മുടെ ഈ കളത്തിപ്പടി വീട്ടിലുണ്ടായിരുന്നത്. ഒരു ഭയങ്കര വേനൽക്ക് 2018 ഭയങ്കര വേനൽ വന്നില്ലേ, അപ്പം ഇവിടെ വെള്ളം ഒഴിച്ചൊഴിച്ച് മടുക്കും. എനിക്ക് പേടി, കിണറ്റിലെ വെള്ളം പറ്റുമോ. അതിന് ഞാൻ പെട്ടിയോട്ടോയെ കയറ്റി ആ 100 ചട്ടി എൻ്റെ വീട്ടിൽ കൊടുത്തു, ചെടിയോടുകൂടി. അതാ ഇരിക്കുന്നത്. അന്നേരം ആ ചെറുക്കൻ ബൊഗൈൻവില്ലയുടെ കമ്പൊക്കെ ഒടിച്ചുകൊണ്ട് വരണ്ടേ. ഇത് എവിടെയാവാ, ഇത് കഞ്ഞിക്കുഴി പ്രഭു ആൻഡ് സൺസിൽ അവന് പൗച്ചും ഇതുമൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. ഇതെവിടെയായി? എടുക്കുന്നേ ഉള്ളൂ. അല്ല, അതൊക്കെ മേടിച്ച് അവിടുന്ന് പുള്ളി വീഡിയോ പിടിച്ചുകൊണ്ട് വരിക. ഇത് ഞങ്ങൾ എവിടെ പോവുക? വെൽഫാസ്റ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ബ്ലഡ് എടുക്കാമെന്ന് വെച്ച് ഞങ്ങൾ പോവുക. അന്നേരം അല്ലേ അവിടെ ചെന്നപ്പം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് വെളുപ്പിനെ ചെയ്യണം, ഫാസ്റ്റിങ്ങിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിട്ടത്. അതാ ഇവിടെ ബ്ലഡ് എടുക്കാനായിട്ട് അവർ ചീട്ട് പേരൊക്കെ പറഞ്ഞ് പിന്നെ ഏത് ഡോക്ടറെ അങ്ങനെയെല്ലാം ചോദിച്ചതാ. ഇതെവിടെ? ഇത് വീട്ടിൽ വന്നപ്പോൾ കോഴിയെ വീഡിയോ പിടിക്കുക. ഇതെന്തുവാ? ഇതെനിക്ക് പറയാവേ. അപ്പം എനിക്ക് ഭയങ്കര
ആഗ്രഹമായിരുന്നേ പുതിനയില ഇങ്ങനെ കിളിപ്പിക്കണമെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പ്രീതി കൊച്ചു പറഞ്ഞു ഇതാ ഇങ്ങനെ കട്ടി കണ്ടോ. ഞാൻ ഈ പറയുന്ന ഈ ഭാഗത്തെ വീഡിയോ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. എന്നാന്നറിയത്തില്ല. എന്തായാലും പറയുന്നത് നിങ്ങൾ കേട്ടോ. പുതിനയില നിങ്ങൾ കണ്ടതല്ലേ. കണ്ടോ. ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പുതിനയില ഇട്ട് മല്ലിയിലയാണ് ഇനി ഉണ്ടാക്കി പഠിക്കേണ്ടത്. ഞാൻ മല്ലി കിളിപ്പിച്ച് നോക്കി. മല്ലിത്തണ്ടിൻ്റെ ആ വേര് ഇച്ചിരി തണ്ടോടുകൂടി കണ്ടിച്ച് വെച്ച് നോക്കി. ഒരു രക്ഷയില്ല. ഇതിന് പുതിയ ലീവ്സൊക്കെ വരുന്നുണ്ടോ. നിങ്ങളും ഇങ്ങനെ ചെയ്യണേ. കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. കണ്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കറിയാണ്. തൈരും ഈ വലിയ കത്രിക്കയില്ല മേടിച്ച് വെച്ചിട്ട് 1 മാസം കഴിഞ്ഞ് പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ് വെച്ചുകൊണ്ടാ ഇത്രയിലും ബാക്കി കിട്ടിയത്. അപ്പോൾ ഈ ഭാഗം നല്ല ഭാഗം എടുത്ത് തൈരൊഴിച്ച് തേങ്ങ അരച്ച് കറി വെക്കാൻ പോവുക. വെളുത്തുള്ളി അരയ്ക്കത്തില്ല. 1 നുള്ളു ജീരകവും ചുമന്നുള്ളി അരയ്ക്കത്തില്ല. 1 നുള്ളു ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ അരച്ച് പച്ചമുളക് ഇട്ട് കത്രിക്ക ആദ്യം വേവിച്ച് പിന്നെ തൈര് ഉടച്ചൊഴിച്ച് അരപ്പും ഇട്ട് താളിച്ചെടുക്കും. പിന്നെ നമുക്ക് അയലക്കറിയാണ് ഇന്ന്. ഓക്കേ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കത്രിക്കായും തൈരും കൂടെ തേങ്ങ അരച്ച് വെച്ചതും നമ്മുടെ നാടൻ അയല മുളക് അരച്ച് വെച്ചതും പപ്പടവും കഴിക്കട്ടെ.